വേറൊരു കാര്യം ചോദിച്ചോട്ടെ സാറിപ്പം സാറിന്റെ കൂടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് തുടങ്ങിയ ആരെങ്കിലും ഉണ്ട്? പലരുണ്ട്. ഈ കട്ടിംഗ് ടൂൾ മാനുഫാക്ചർ ചെയ്യുന്ന 1-2 പേര് എനിക്ക് നല്ലതുപോലെ അറിയാം. നല്ല രീതിയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ സാറിനെ കാണുമ്പോൾ എങ്ങനെ സാറിന് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് വളരെ സന്തോഷം. അവർ ആദ്യം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ എന്നോട് വന്ന് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനങ്ങളും ഞാൻ ചെയ്യും. ഇനിഷ്യലായിട്ട് അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ വേണം അതെല്ലാം ഞാൻ അവർക്ക് ചെയ്തു. പിന്നെ ഇനി നമുക്ക് അടുത്ത എന്ത് കമ്പനിയാണ് നമ്മൾ ഞാൻ അംബാൽ ഇൻഡസ്ട്രീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കുറച്ച് കാലഘട്ടത്തിൽ ഈ മലയാളി അസോസിയേഷനിൽ ബാംഗ്ലൂരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. 84-85 കാലഘട്ടം തൊട്ട് ഒരു 95 വരേക്കും ഞാൻ മലയാളി പ്രസ്ഥാനമായിട്ട് വളരെ കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയുന്നതൊക്കെയാണെങ്കിൽ ശ്രീനാരായണ സമിതി അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ശ്രീനാരായണ സമിതി ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സമിതിയാണ്. അതിൽ ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആ സമയത്താണ് ഇന്നത്തെ ആ ഗുരുമന്ദിരം കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതെനിക്ക് എടുത്തു പറയാൻ പറ്റിയ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണ്. അതെ അതെ സാറപ്പം ശരിക്കും അങ്ങനെ ഒരു സംഘടനയിലൂടെ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച തുടക്കത്തിലൊക്കെ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഈ ഒരു ശ്രീനാരായണ സമിതിയെ പറ്റിയിട്ട് കേരളത്തിലുള്ളവർക്കെല്ലാം അറിയാവുന്നതല്ലേ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ എഡ്യൂക്കേഷൻ അന്ന് നമ്മൾ ശ്രമിച്ചു, പക്ഷേ ആ കാലഘട്ടത്തിൽ നടന്നില്ല. അതിന് പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യക്കുറവുണ്ട് പലരുടെയും. പിന്നെ വേറെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് സാറ് ഈ നമ്മൾ ആ ഒരു സംഘടനയിലൂടെ നടക്കാത്തത് കാരണം സ്വന്തമായിട്ടൊരു സ്കൂളും കൂടെ ആരംഭിച്ചു. ആ സ്കൂള് സ്കൂളിൻ്റെ പേര് MG സ്കൂൾ ഫോർ എക്സലൻസ് എന്നാണ്. MG സ്കൂൾ ഫോർ എക്സലൻസ്. 2 കമ്പനി കൂടാതെ ഇപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഇങ്ങനെ സാറ് പറഞ്ഞു. അതെന്തിന്? അത് എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവന് എൻ്റെ കൂടെ നിൽക്കുന്നതിന് ആദ്യകാലം താല്പര്യക്കുറവുണ്ട്. അവന് വെളിയിൽ പോകണം, വെളിയിൽ അമേരിക്കയിൽ പോകണം, അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രഷറൈസ് ചെയ്തില്ല. എന്തിഷ്ടം ലീവ് ഇറ്റ് യു എന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസക്കാലം ഈ ഔട്ട്സൈഡ് വെളിയിൽ പോകുന്നതിനുള്ള എക്സാമിനേഷനും അത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈൻ മോർണിംഗ് നോക്കിയപ്പോൾ കാണാം എന്നോട് പറഞ്ഞ് ഞാൻ ഫാക്ടറിയിൽ വരാം. എനിക്ക് സർപ്രൈസ് ആയിപ്പോയി, ഷോക്കായിപ്പോയി. ഫാക്ടറിയിൽ വന്നു. അപ്പം ഈ യങ്ങർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഓൾഡ് ടെക്നോളജിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. പുതിയ എന്തെങ്കിലും വെഞ്ചർ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ CNC മെഷീൻസിനെ പറ്റി ആലോചിച്ചു. അങ്ങനെ CNC മെഷീൻസ് മേടിക്കുന്നതിനും കമ്പനി തുടങ്ങുന്നതിനും തീരുമാനിക്കുകയും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. CNC മെഷീൻ വാങ്ങിയിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ HAL എനിക്ക് അവരുമായിട്ട് കൂടുതൽ കോൺടാക്റ്റ് ഉണ്ടായതുകൊണ്ട് HALൻ്റെ റിക്വയർമെൻറ്റ്സിനെ പറ്റി ആലോചിക്കാൻ വിചാരിച്ചു. HAL പോയി കോൺടാക്ട് ചെയ്ത് അവർ നമ്മൾ എൻകറേജ് ചെയ്യും. ഇപ്പോഴ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ എയർക്രാഫ്റ്റിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഓർഡേഴ്സ് നമുക്ക് നൽകി. അങ്ങനെ 1 മെഷീൻ 2 മെഷീനായി 3 മെഷീനായി നടക്കുന്നു. വെൽ എസ്റ്റാബ്ലിഷ്ഡ് A സർട്ടിഫൈഡ് കമ്പനിയാണ്. എസ്റ്റായിട്ട് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അപ്പം ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് വേൾഡ് വി ക്യാൻ സപ്ലൈ ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ഈ മേഖലയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഈ സെയിം ഫീൽഡ് മലയാളികളുണ്ടോ? മലയാളികളും എടുത്തു പറയത്തക്കായിട്ട് ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ നമ്മളിന്ന് സപ്ലൈ ചെയ്യുന്ന വളരെ പ്രസ്റ്റീജിയസ് കമ്പനികൾക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ ഡിവിഷൻസിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ധ്രുവ് ഹെലികോപ്റ്റർ ഇന്ത്യയിൽ അതിലൊരു 200 to 300 പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ISROയ്ക്ക് ത്രൂ HAL എയ്റോസ്പേസ് ഡിവിഷൻ പറഞ്ഞിട്ട് അവർ മുഖാന്തരം ISROയ്ക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഈ സാറ്റലൈറ്റിൽ ഉള്ള കോമ്പണൻസ് ആണ്. ശരിക്കും പ്രേക്ഷകരെ, നമുക്ക് ഈ ഒരു മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. സാറ്റലൈറ്റിൽ എന്ന് പറയാൻ എല്ലാ എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, ഇതിലെല്ലാം തന്നെ ഒരു മലയാളിയുടെ പ്രൊഡക്റ്റ് എത്തുക എന്ന് പറയുന്നത് തന്നെ നമുക്കും കൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു പ്രചോദനം എങ്ങനെയാണ് സാറിന് കിട്ടിയത്? പ്രചോദനം എന്നെക്കാട്ടി കൂടുതലും എൻ്റെ മകനാണ്. ഈസ് എ റിയലി എഫിഷ്യൻറ്റ് ബോയ്. അവൻ ഈ സബ്ജക്റ്റിനെ പറ്റി നല്ലതുപോലെ പഠിക്കുകയും ഇത് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി HAL സപ്ലൈ ചെയ്യും, മറ്റുള്ള കമ്പനികളിൽ സപ്ലൈ ചെയ്യും. അങ്ങനെ നല്ല പേരുള്ള ഇൻഡസ്ട്രിയാണ് ഇന്ന് ബാംഗ്ലൂരിൽ അയ്യപ്പ CNC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ എല്ലാത്തിനും നമ്മളുടെ പേര് അയ്യപ്പ എന്നാണ് ഈ ഒരു പേര് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ 1971 തൊട്ട് ശബരിമലയിലേക്ക് പോകാറുണ്ട്. ഞാൻ ഏത് ഫാക്ടറിക്കായാലും വേറെ ഏത് പ്രസ്ഥാനത്തിനായാലും പേരിടുമ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മളുമായിട്ട് വളരെ ബന്ധപ്പെട്ട ക്ലോസ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം പേരുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരു ആളുടെ പേരിടുന്നത്? ഇപ്പോൾ MG സ്കൂൾ ഫോർ എക്സലൻസ് എന്ന് പറയുന്നത് M ഗോപാലകൃഷ്ണൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് MG സ്കൂൾ. അപ്പോൾ എനിക്ക് പേരുള്ളപ്പോൾ ഞാനിനി വേറൊരാളുടെ പേരിടേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ പോളിസി. അതെന്ന് ഞാൻ അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദൈവമാണ് അയ്യപ്പനെ. അങ്ങനെയാണ് അയ്യപ്പ. പിന്നെ വലിയ വലിയ ടെക്നിക്കൽ നെയിംസും പിന്നെ വേറെ പല പേരുകളും നമ്മൾ സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഈ ഇൻഡസ്ട്രി അയ്യപ്പ ഇൻഡസ്ട്രി അതിനകത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാത്തിനകത്തും പഠിക്ക് സ്റ്റെപ്പ് ഇമ്പ്രൂവ്മെന്റ് ആണ്. അതൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. സാറ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിലാളികളെ കേരളത്തിലൊക്കെ പൊതുവെ തൊഴിലാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല പല ബിസിനസ് മേഖലകളിൽ ഇപ്പോൾ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് ഇവിടെ എങ്ങനെ തൊഴിലാളികളെ? എനിക്ക് ഈ തൊഴിലാളികളെ പറ്റിയിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ വെൽ ട്രെയിൻ പേഴ്സണാണ്. അത് കണക്ക് തന്നെയാണ് എൻ്റെ മകൻ. ഈ പർട്ടിക്കുലർ ലൈനിൽ നല്ല ട്രെയിൻഡ് ഹാൻഡ്സാണ്. ഞങ്ങൾ ഈ ബിഗിനിങ്ങിൽ നിന്ന് എൻ്റെ വരേക്കും തെറവായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇൻഡസ്ട്രി നടത്തുന്നത്. അതിനുകൊണ്ട് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. ഈ എല്ലാ കമ്പനികളും എക്സ്പീരിയൻസ് ഹാൻഡ്സിനെയാണ് എടുക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ അങ്ങനെയല്ല. നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികളെ അവർക്ക് പ്രചോദനം കൊടുത്ത് അവരെ ഓപ്പറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും മാനേജേഴ്സും ഒക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെയും നമ്മളൊരു സ്കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഓപ്പറേറ്റേഴ്സിനെ പറ്റി യാതൊരു പ്രശ്നമില്ല.